പ്രിയപ്പെട്ട ദൈവജനമേ, ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെല്ലാവരെയും, ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലുള്ള നമ്മളെ ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരുമിച്ച് ചേർത്തിരിക്കുകയാണ്. ഇത് കർത്താവിന് നമ്മളോടുള്ള വ്യക്തിപരമായ ഒരു സ്നേഹമാണ്. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമുക്ക് ഒരുമിച്ച് ഈ ശുശ്രൂഷയിലുടനീളം പരിശുദ്ധാത്മാവിൻ്റെ വലിയ അഭിഷേകം നിറഞ്ഞു നിൽക്കാൻ നമുക്ക് ആഗ്രഹിക്കാം. നിങ്ങൾ നിൽക്കുന്ന ഇടങ്ങളിൽ, ആയിരിക്കുന്ന ഇടങ്ങളിൽ സാധിക്കുമെങ്കിൽ 2 കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച് പരിശുദ്ധാത്മാവിനോട് പറയണം, പരിശുദ്ധാത്മാവെ എന്നെ ശക്തിപ്പെടുത്തണം. ഒരുപക്ഷെ ജീവിതത്തിലെ പല കാര്യങ്ങളിൽ ക്ഷീണിച്ചവരായിരിക്കും, അസ്വസ്ഥപ്പെട്ടവരായിരിക്കും, ഭാരപ്പെട്ടവരായിരിക്കും. പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ചാൽ പരിശുദ്ധാത്മാ ബലപ്പെടുത്തും. 2 കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് എല്ലാവരും ഒന്ന് സ്തുതിച്ചൊന്ന് പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധാത്മാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. ആത്മാവേ എന്നെ ശക്തിപ്പെടുത്തണമേ, ആത്മാവേ എന്നെ ബലപ്പെടുത്തണമേ, ആത്മാവേ എനിക്ക് ജീവൻ നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. പരിശുദ്ധാത്മാവേ എന്നിൽ വരേണേ, ആമേൻ. പരിശുദ്ധാത്മാവേ ശക്തി തരേണേ. പരിശുദ്ധാത്മാവേ എന്നിൽ വരേണേ, ആമേൻ. പരിശുദ്ധാത്മാവേ ശക്തി തരേണേ. യെസ്. എല്ലായ്പ്പോഴും സന്തോഷത്തോടെ എല്ലാവരും ജീവിതം നയിക്കുവാൻ കൃപ നീ നൽകിയിടണേ. എല്ലായ്പ്പോഴും പരിശുദ്ധാത്മാവേ സന്തോഷത്തോടെ ഇരിക്കാൻ എന്നിൽ വരേണേ, പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ ശക്തി തരേണേ. ആമേൻ. എല്ലാ കാര്യത്തിലും നന്ദി ചൊല്ലിടുവാൻ ആമേൻ. നന്മ നിറഞ്ഞൊരു ഹൃദയം നീ പഠിക്കേ. പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ എന്നിൽ വരേണമേ, പരിശുദ്ധാത്മാവേ ശക്തി കരങ്ങൾ ഉയർത്തി. പരിശുദ്ധാത്മാവേ എന്നിൽ പാടാം, പാടാം, പാടാം. പരിശുദ്ധാത്മാവേ ശക്തി തരേ. സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഓ ദൈവത്തിന്റെ ആത്മാവേ, ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തികളെയും അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവേ നല്ല ഉണർവ് നൽകണമേ. പരിശുദ്ധാത്മാവേ എല്ലാ ഭാരങ്ങളും മാറട്ടെ, അസ്വസ്ഥതകൾ മാറട്ടെ. പരിശുദ്ധാത്മാവേ വലിയ ദൈവ ചൈതന്യം ഈ ശുശ്രൂഷ സമയത്ത് ദൈവ മക്കളിലേക്ക് വ്യാപരിക്കട്ടെ. നിങ്ങളിൽ ആയിരിക്കുന്ന ഇടങ്ങളിലേക്ക് ദൈവശക്തി ഈ സമയത്ത് പ്രവഹിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തില് ദൈവത്തിന്റെ ആത്മാവ് അതിശക്തമായിട്ട് ഇടപെടട്ടെ. ആരാധന. പരിശുദ്ധാത്മാവേ ശക്തി തരേണേ. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിനോട് നമ്മൾ പ്രാർത്ഥിക്കുകയായിരുന്നു. പരിശുദ്ധാത്മാവേ ഞങ്ങൾക്ക് ശക്തി വേണം, പരിശുദ്ധാത്മാവേ ഞങ്ങൾക്ക് ചൈതന്യം വേണം. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സന്തോഷത്തോടെ കൈകളൊക്കെ കൂപ്പി ഒന്ന് പുഞ്ചിരിച്ചു പറഞ്ഞ് ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് നമ്മുടെ ആത്മീയ മേഖലയിൽ അഭിവൃദ്ധി പ്രാപിക്കുവാൻ ശ്രദ്ധിക്കേണ്ട ചില മേഖലകളെ ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. സങ്കീർത്തന പുസ്തകം 80-ാം അധ്യായം അതിൻ്റെ 18ഉം 19ഉം തിരുവചനം. ബുക്ക് ഓഫ് സാം ചാപ്റ്റർ 80 വേർഡ്സ് 18 and 19. ആ ബൈബിൾ ഒന്ന് തുറന്നേ, ആ വചനം ഒന്ന് വായിച്ച് പ്രാർത്ഥിക്കാം. സങ്കീർത്തനം 80-ാം അധ്യായം 18ഉം 19ഉം. 18-ാം വചനം ഇങ്ങനെയാണ്: അപ്പോൾ ഞങ്ങൾ അങ്ങിൽ നിന്ന് ഒരിക്കലും പിന്തിരികയില്ല, ഞങ്ങൾക്ക് ജീവൻ നൽകണമേ. ഞങ്ങൾ അങ്ങയുടെ നാമം വിളിച്ചപേക്ഷിക്കും. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവേ, ഞങ്ങളെ പുനരുദ്ധരിക്കണമേ. അങ്ങയുടെ മുഖം പ്രകാശിക്കുകയും ഞങ്ങൾ രക്ഷപ്പെടുകയും ചെയ്യട്ടെ. ദൈവത്തോട് പ്രാർത്ഥിക്കുക, ദൈവമേ ഞങ്ങളെ പുനരുദ്ധരിക്കണമേ, ഞങ്ങൾ രക്ഷപ്പെടട്ടെ, അങ്ങയുടെ മുഖം പ്രകാശിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈ വചനത്തിൻ്റെ ശക്തി നമ്മിൽ എല്ലാവരിലും നിറയപ്പെടാൻ നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ഈ വചനം പങ്കുവെച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഒരു കൊച്ചനുഭവം നിങ്ങളോട് പങ്കുവെക്കുകയാണ്.
അത് ഈ വിഷയം മനസ്സിലാക്കുന്നതിന് അത് ഗുണം ചെയ്യും. നാളുകൾക്ക് മുമ്പ് ഒരു കുടുംബത്തിൽ പ്രാർത്ഥിക്കാനായി കടന്നു ചെന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പള്ളിയിൽ നിന്ന് വലിയ ദൂരമല്ലാത്തൊരു വീട്, ഒറ്റ മോനേ ഉള്ളൂ. ഈ മകൻ കേരളത്തിന് പുറത്ത് ഒരു സ്ഥലത്ത് ഒരു കോളേജിൽ എൻജിനീയറിംഗ് പഠനത്തിന് പോയി. പഠനം പൂർത്തിയാക്കാൻ പറ്റിയിട്ടില്ല. ഇപ്പോൾ ഇവൻ വീട്ടിൽ തിരിച്ചു വന്നിട്ടുണ്ട്. ഇവൻ മുറിയടച്ച് ഇരിപ്പാണ്. അപ്പനും അമ്മയ്ക്ക് സഹിക്കാൻ പറ്റുന്നില്ല സങ്കടം. അപ്പോൾ ഇവൻ്റെ കുടുംബത്തെ പരിചയമുള്ളത് കൊണ്ടും പല കാര്യങ്ങളോട് ബന്ധപ്പെട്ടും വികാരിച്ചും പറഞ്ഞിട്ട് ഇവരുടെ വീട്ടിൽ ചെന്നിരിക്കുകയാണ്. അപ്പോൾ ഇവരുടെ വീട്ടിൽ ചെന്നപ്പോൾ അപ്പനും അമ്മയും പറഞ്ഞ, അച്ഛാ, അവൻ മുറിയടച്ചകത്തിരിപ്പാണ്, അവൻ ആരോടും മിണ്ടുന്നില്ല. ഇവൻ എന്താ ഇങ്ങനെ അച്ഛാ, ഇനി എന്താ ചെയ്യണ്ടേ? അപ്പോൾ വളരെ നിർബന്ധിച്ചിട്ടാണ് ഇവൻ്റെ മുറിക്കകത്തോട്ട് കയറിയത്. ഇവൻ്റെ ഇരിപ്പ് കണ്ടിട്ട് എനിക്ക് സങ്കടം വന്നു. കാരണം ഇവനെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് പരിചയം ഉണ്ടായിരുന്നു. നല്ല മിടുക്കം പയ്യൻ, ഇടവകയിലൊക്കെ വളരെ ആക്റ്റീവാണ്, അൾത്താര ശുശ്രൂഷയായിരുന്നു. ഇപ്പോഴത്തെ ഇവൻ്റെ ഇരിപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താടിയൊക്കെ നീട്ടി, കുളിക്കത്തില്ല. അവൻ്റെ മുറി ഭയങ്കര ദുർഗന്ധമാണ്, കുളിയില്ല, ഭക്ഷണം കഴിപ്പില്ല, എല്ലാവരോടും വെറുപ്പ്. അതോടൊപ്പം തന്നെ ഈ വീട്ടുകാർ പറയുകയാണ് അപകർഷതാബോധം, അല്ലെങ്കിൽ അതോടൊപ്പം തന്നെ അതിനോട് ബന്ധപ്പെട്ട് ചില അഡിക്ഷൻസൊക്കെ വന്ന് ആകപ്പാടൊരു പരിവക്കേടിലാണ് ഈ ചെറുക്കനിരിക്കുന്നത്. അപ്പോൾ ഇവൻ്റെ മുമ്പിലിരിക്കുമ്പോൾ പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ ഇതെന്താ ഇവൻ ഇങ്ങനെ ഇരിക്കുന്നേ, ഇവൻ ഇങ്ങനെയല്ലല്ലോ ഇരിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ ഇവൻ്റെ അവസ്ഥ വളരെ സുന്ദരമായി സന്തോഷത്തോടുകൂടെ ജീവിക്കേണ്ട ചെറുക്കൻ ഇങ്ങനെ ഇരിക്കുന്നത് കണ്ടപ്പോൾ നമുക്ക് വലിയ ഭാരം, സങ്കടം. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ യേശയ്യായുടെ പ്രവചനം 5-ാം അധ്യായം 5-ാം തിരുവചനം, ബുക്ക് ഓഫ് ഐസയ ചാപ്റ്റർ 5 വേഴ്സ് 5, 5-ാം അധ്യായം 5-ാം വചനം പരിശുദ്ധാത്മ ഓർമ്മയിൽ കൊണ്ടുവന്നു. ഞങ്ങളത് വായിച്ചു. വചനം ഇങ്ങനെയാണ്, 5-ാം അധ്യായം 5-ാം വചനം: ഈ മുന്തിരിത്തോപ്പിനോട് ഞാൻ എന്തു ചെയ്യുമെന്ന് ഇപ്പോൾ പറയാം. ഞാൻ ഇതിൻ്റെ വേലി പൊളിച്ചു കളഞ്ഞ് നാശത്തിന് വിട്ടുകൊടുക്കും. അതിൻ്റെ മതിലുകൾ ഞാൻ ഇടിച്ചു തകർക്കും. തോട്ടം ചവിട്ടി മെതിക്കപ്പെടും. 6-ാം വചനം: ഞാൻ അതിനെ ശൂന്യമാക്കും. അതിനെ വെട്ടിയൊരുക്കുകയോ അതിൻ്റെ ചുവട് കിളയ്ക്കുകയോ ചെയ്യുകയില്ല. അവിടെ മുൾച്ചെടികളും മുള്ളുകളും വളരും. പ്രിയപ്പെട്ടവരെ, ഈ വചനം വായിച്ചപ്പോൾ ഞങ്ങളുടെ മനസ്സിൽ വലിയ ഭാരം. ദൈവമേ, ഇതെന്താ ഈ ചെറുപ്പക്കാരൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ? വചനം എന്താ പഠിപ്പിക്കുന്നത്? ഈ മുന്തിരിത്തോപ്പിനോട് ഞാൻ എന്തു ചെയ്യുമെന്നറിയാം. ഞാൻ ഇതിൻ്റെ വേലി പൊളിച്ചു കളഞ്ഞ് നാശത്തിന് വിട്ടുകൊടുക്കും. ഞാൻ ഈ ചെറുപ്പക്കാരൻ്റെ മുറിയിൽ നിന്ന് പുറത്തിറങ്ങി പിന്നീട് ഈ അപ്പനോടും അമ്മയോട് സംസാരിച്ചു. അപ്പോഴാണ് അവർ കുറേ കാര്യങ്ങൾ പറയുകയാണ്. അച്ഛൻ ഓർമ്മയുണ്ടാവും, നല്ല മിടുക്കനല്ലായിരുന്നു ഞങ്ങളുടെ മകൻ, അൾത്താര ശുശ്രൂഷി. നാട്ടിലെല്ലാവരും പറഞ്ഞത് ഇവൻ അച്ഛനാകാൻ പോകുന്നൊക്കെയാണ്. 10-ാം ക്ലാസ് വരെ നല്ല മിടുക്കനായിരുന്നു. +1 +2 പഠിക്കാൻ വേണ്ടി വേറൊരു കോളേജിൽ വിട്ടു. അവിടെ തുടങ്ങിയ പ്രശ്നം തുടങ്ങിയത്. അവനൊരു കൂട്ടുകാരൻ, അവൻ്റെ ജീവിതത്തിൽ ഏറ്റവും ദുഃഖകരമായ കാര്യം അവിടുന്ന് ആരംഭിക്കുന്നത്. അവനൊരു കൂട്ടുസംഘത്തിൽപ്പെട്ടു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മയക്കുമരുന്നൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഗ്രൂപ്പ്, അതിൻ്റെ അകം ചെന്നു ഇവൻ സാവധാനം മയക്കുമരുന്ന് ഉപയോഗമൊക്കെ തുടങ്ങിയപ്പോൾ ഞങ്ങൾ ഇവൻ്റെ ചില കാര്യങ്ങൾ അറിഞ്ഞു. ഞങ്ങൾ വൈകിയാച്ച അറിഞ്ഞത്. ഞങ്ങൾ ഇവനെയും കൊണ്ട് ധ്യാനകേന്ദ്രങ്ങളിൽ ധ്യാനിക്കാൻ കൊണ്ടുപോയി. വൈദികരെയും സിസ്റ്റേഴ്സിനെയും അൽമായ ശുശ്രൂഷയൊക്കെ 2 ഉപദേശവും പ്രാർത്ഥനയെ കൊടുത്തു. അങ്ങനെ ഇവൻ +1 +2 പഠന കാലഘട്ടത്തിൽ ഇവൻ പറഞ്ഞു, ഇനി ഇവൻ ഇങ്ങനെയുള്ള കാര്യത്തിലോട്ടൊന്നും പോവില്ല എന്നൊക്കെ തീരുമാനം എടുത്തു. ഒരു തവണയല്ല, പലതവണ. പിന്നെയാണ് കേരളത്തിന് പുറത്ത് ഇന്ന സ്ഥലത്ത് എൻജിനീയറിംഗ് പഠനത്തിന് കൊണ്ടുപോയി. ഇവൻ അവിടെ പോയി അവൻ വേണ്ടാന്ന് വെച്ചിരുന്ന ആ സ്വഭാവം വീണ്ടും എടുത്തു. അവൻ അവിടെ മയക്കുമരുന്ന് കച്ചവടം തുടങ്ങി. ഇവനെ പോലീസ് പലതവണ പിടിച്ചു. ഞങ്ങൾ പോലീസ് സ്റ്റേഷൻ കയറിയിറങ്ങി, ഒത്തിരി പണം ചെലവഴിച്ചു. എന്നിട്ടും ഇവൻ പഠിച്ചില്ല. ഇവൻ പിന്നെയും ഈ ചീത്ത കൂട്ടുകെട്ടിൻ്റെ പുറകെ പോയി മയക്കുമരുന്ന് ഉപയോഗിച്ചു, കച്ചവടം നടത്തി, ആകപ്പാടെ പൊളിഞ്ഞ് പാളീസായ. ഈയിടയ്ക്ക് ചില ജീവിതാനുഭവങ്ങൾ ഉണ്ടായി. അങ്ങനെ ആ കോളേജിൽ നിന്ന് അവനെ കൊണ്ടുവന്നു. ഇവൻ മുറിയടച്ചിരിപ്പാണ്. ഈ വചനം വായിച്ചപ്പോൾ കർത്താവിൻ്റെ ആത്മാവ് പറഞ്ഞത് എന്താണെന്നറിയോ?
വചനം വായിച്ചു നോക്കിയേ. യെശയ്യായുടെ പ്രവചനം 5:5. ഈ മുന്തിരിത്തോപ്പിനോട് ഞാൻ എന്ത് ചെയ്യുമെന്ന് ഇപ്പോൾ പറയാം. ഞാൻ അതിൻ്റെ വേലി പൊളിച്ചു കളഞ്ഞ് നാശത്തിന് വിട്ടുകൊടുക്കും. അതിൻ്റെ മതിലുകൾ ഞാൻ ഇടിച്ചു തകർക്കും. തോട്ടം ചവിട്ടി മെതിക്കപ്പെടും. ഞാനതിനെ ശൂന്യമാക്കും. അതിനെ വെട്ടിയൊരുക്കുകയോ അതിൻ്റെ ചുവട് കിളയ്ക്കുകയോ ഇല്ല. അവിടെ മുൾച്ചെടികളും മുള്ളും വളരും. എൻ്റെ പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ ഈ ചെറുപ്പക്കാരന് കൊടുക്കേണ്ട എല്ലാ സ്നേഹവും മാതാപിതാക്കൾ കൊടുത്തു. പറഞ്ഞു കൊടുക്കാവുന്ന എല്ലാ കാര്യങ്ങളും നാട്ടുകാരും വീട്ടുകാരും ഗുരുഭൂതരും പറഞ്ഞു കൊടുത്തു. അതൊന്നും അവൻ കേട്ടില്ല. ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, അവന് നൽകപ്പെട്ടിരുന്ന സംരക്ഷണ വേലി ദൈവം പൊളിച്ചു കളഞ്ഞു. അക്കാലം അത്രയും ദൈവം ഒരു സംരക്ഷണ വേലി അവന് ചുറ്റുമുയർത്തിയിട്ടുണ്ടായിരുന്നു. അത് പൊളിയപ്പെട്ടു, തകർക്കപ്പെട്ടു. ഇപ്പൊ എന്തു പറ്റുന്നു? അവിടെ മുള്ളും മുൾച്ചെടികളും വളരും. അവിടെ തിന്മ വളരാൻ തുടങ്ങും. പ്രിയപ്പെട്ടവർ, ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ചിലർ ചിന്തിക്കും, അതിന് ഞാൻ എൻ്റെ ജീവിതത്തിൽ അങ്ങനെയല്ലല്ലോ, അത് ആ ചെറുപ്പക്കാരനെ കുറിച്ചല്ലേ? അല്ലെന്ന്, എന്നെക്കുറിച്ചാണ്, കേൾക്കുന്ന നിന്നെക്കുറിച്ചാണ്. ദൈവം നൽകിയിരിക്കുന്ന സംരക്ഷണ വേലി നീ ഏതെങ്കിലും തരത്തിൽ പൊളിയപ്പെട്ടിട്ടുണ്ട അവസ്ഥയുണ്ടോ? നിന്റെ പ്രവൃത്തിയിലൂടെ അത് നശിപ്പിക്കപ്പെട്ടിട്ടുണ്ടോ? ഇതിനെക്കുറിച്ചറിയാൻ യെശയ്യായുടെ പ്രവചനം 5-ാം അധ്യായം അതിൻ്റെ 1 മുതലുള്ള വചനം ഒന്ന് വായിച്ചേ. എൻ്റെ പ്രിയന് വേണ്ടി അവന് തൻ്റെ മുന്തിരിത്തോട്ടത്തിന് നേരെയുള്ള സ്നേഹത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഞാനൊരു ഗാനം ആലപിക്കട്ടെ. അങ്ങനെയാണ് വചനം തുടങ്ങുന്നത്. അടുത്ത വചനം, വളരെ ഫലഭൂഷ്ടിയുള്ള കുന്നിൽ എൻ്റെ പ്രിയന് ഒരു മുന്തിരിത്തോട്ടം ഉണ്ടായിരുന്നു. ഒരു മുന്തിരിത്തോട്ടം. അവൻ അത് കിളച്ചു, കല്ലുകൾ നീക്കി വിശിഷ്ടമായ മുന്തിരിച്ചെടികൾ നട്ടുപിടിപ്പിച്ചു. അപ്പൊ കൃഷിക്കാരൻ, ദൈവം കുറേ അധികം അധ്വാനിച്ചു. കല്ലുകൾ നീക്കി അതിനെ വൃത്തിയാക്കി. എന്നിട്ട് അവിടെ ഒരു മുന്തിരിച്ചെടി സ്ഥാപിച്ചു. എന്നിട്ട് അത് വിശിഷ്ടമായ മുന്തിരിപ്പഴം നൽകുമെന്ന് അവൻ പ്രതീക്ഷിച്ചിരുന്നു. വചനം പഠിപ്പിക്കുകയാണ്, ദൈവം പ്രതീക്ഷിച്ച ഒരു മുന്തിരിപ്പഴം കിട്ടും. അത്രയും കരുതലോടുകൂടെ ഒരു മുന്തിരിച്ചെടി സ്ഥാപിച്ചു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാനും നീയുമാണ് ഇത്രയും ദൈവം പരിപാലനം നൽകി സ്നേഹം നൽകി നട്ട മുന്തിരിച്ചെടി. എന്നിട്ട് ദൈവം എന്ത് പ്രതീക്ഷിച്ചു? ഒരു നല്ല മുന്തിരിപ്പഴം. എന്നാൽ വചനം പഠിപ്പിക്കുന്നു, എന്നാൽ അത് പുറപ്പെടുവിച്ചത് കാട്ടുമുന്തിരിപ്പഴമാണ്. ഈ ചെറുപ്പക്കാരൻ്റെ കാര്യം ചിന്തിച്ച്, ഇത്രയും സ്നേഹവും പരിഗണനയും വീട്ടുകാരും വീട്ടിലെല്ലാവരും കൊടുത്തു. എന്നാൽ അവൻ്റെ സ്വഭാവ രീതികൾ, അവൻ പുറപ്പെടുവിച്ചത് കാട്ടുമുന്തിരിപ്പഴമാണ്. അടുത്ത വചനം വായിച്ചേ. 5-ാം അധ്യായം 3-ാം വചനം, ജെറൂസലേം നിവാസികളെ, യൂദായിൽ വസിക്കുന്നവരെ, എന്നെയും എൻ്റെ മുന്തിരിത്തോട്ടത്തെയും കുറിച്ച് നിങ്ങൾ തന്നെ വിധി പറയുവിൻ. എൻ്റെ മുന്തിരിത്തോട്ടത്തിന് വേണ്ടി ഞാൻ ചെയ്തതിലേറെ എന്താണ് ഞാൻ ചെയ്യേണ്ടിയിരുന്നത്? ഞാൻ നല്ല മുന്തിരി അതിൽ നിന്ന് പ്രതീക്ഷിച്ചപ്പോൾ എന്തുകൊണ്ടാണത് കാട്ടുമുന്തിരിപ്പഴം പുറപ്പെടുവിച്ചത്? ദൈവം വിലപിക്കുക, ദൈവം ചോദിക്കുക, ഇനി ഞാൻ ഇതിനപ്പുറം എന്നാ ചെയ്യണ്ടേ? അവൻ്റെ അപ്പനും അമ്മ എന്നോട് ചോദിച്ച ചോദ്യം, അച്ഛാ ഇതിനപ്പുറം ഞങ്ങൾ എന്നതാ ചെയ്യണ്ടേ? ചെയ്യാവുന്ന എല്ലാം ചെയ്തു, എന്നിട്ട് ഇങ്ങനെയല്ലേ? നല്ല ഫലം പ്രതീക്ഷിച്ചു, പക്ഷെ കിട്ടിയത് കാട്ടുമുന്തിരിപ്പഴമാണ്. പ്രിയപ്പെട്ടവരെ, ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന സംരക്ഷണ വേലിയുണ്ട്, അത് പൊളിഞ്ഞുപോയി. ദൈവം ശിക്ഷിച്ചതല്ല, ദൈവം നിന്നെ ശപിച്ചതല്ല, ദൈവം നിന്നെ ഉപേക്ഷിച്ചതല്ല, മറിച്ച് നിനക്ക് നൽകപ്പെട്ടിരിക്കുന്ന സംരക്ഷണ വേലി അത് പൊളിയപ്പെട്ടിരിക്കുന്നു. അവിടെ ഇപ്പം മുൾച്ചെടികളും വളരാൻ തുടങ്ങി. സങ്കീർത്തകനായ ദാവീദ് ഈ വിഷയത്തെക്കുറിച്ച് പഠിപ്പിച്ചുകൊണ്ട് കൃത്യമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. സങ്കീർത്തനം 80-ാം അധ്യായം 8-ാം തിരുവചനം, ഈജിപ്തിൽ നിന്ന് അവിടുന്ന് ഒരു മുന്തിരിവള്ളി കൊണ്ടുവന്നു, ജനതകളെ പുറത്താക്കി നട്ടുപിടിപ്പിച്ചു, അതിന് തടമൊരുക്കി, അത് വേരൂന്നി വളർന്നു, ദേശം മുഴുവൻ പടർന്നു. അതിൻ്റെ തണൽ കൊണ്ട് പർവ്വതങ്ങളും അതിൻ്റെ ശാഖകൾ കൊണ്ട് കുറ്റൻ ദേവദാരുക്കളും മൂടി. കണ്ടോ? പിന്നീട് അടുത്ത വചനം 12-ാം വചനം, അങ്ങു തന്നെ അതിൻ്റെ മതിൽ തകർത്തത് എന്തുകൊണ്ട്? വഴിപോക്കർ അതിൻ്റെ ഫലം പറിക്കുന്നു, കാട്ടുപന്നി അതിനെ നശിപ്പിക്കുന്നു, സകല ജന്തുക്കളും അതിനെ തിന്നുന്നു. എന്ന് പറഞ്ഞാൽ ഈ മതിൽ പൊളിയപ്പെട്ടാൽ വഴിയെ പോകുന്നതെല്ലാം അങ്ങോട്ട് കയറും. നിനക്ക് നൽകപ്പെട്ടിരിക്കുന്ന സംരക്ഷണ ഫലം, അത് സംരക്ഷണ വേലി, അത് പൊളിയപ്പെട്ടാൽ വഴിയെ പോകുന്നതെല്ലാം അങ്ങോട്ട് കയറും. അല്ലേ?
എന്നിട്ട് എന്തു പറ്റും? നിനക്കുണ്ടായിരുന്നതെല്ലാം നഷ്ടപ്പെടും. ജെറമ്യായുടെ പ്രവചനത്തിൽ ഒരു ചോദ്യമുണ്ട്. 2-ാം അധ്യായം 21-ാം തിരുവചനം. തെരഞ്ഞെടുക്കപ്പെട്ട വിശിഷ്ട മുന്തിരിച്ചെടിയായിട്ടാണ് ഞാൻ നിന്നെ നട്ടത്, പിന്നെ എങ്ങനെ നീ ദുഷിച്ച കാട്ടുമുന്തിരിപ്പഴമായി? ഇതൊരു ചോദ്യമാണ്. പ്രിയപ്പെട്ടവരെ, സങ്കീർത്തകനായ ദാവീദ് ഈ ചോദ്യത്തിനൊരു ഉത്തരമെന്ന വണ്ണം ഒരു പ്രാർത്ഥന നമ്മുടെ മുമ്പിൽ ഉയർത്തുന്നുണ്ട്. 80-ാം അധ്യായം പിന്നീടൊരു പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥന ഇങ്ങനെയാണ്. 15-ാം തിരുവചനം. സ്വർഗത്തിൽ നിന്ന് നോക്കി കാണണമേ ഈ മുന്തിരിവള്ളിയെ, അങ്ങയുടെ വലത് കൈ നട്ട ഈ മുന്തിരിവള്ളിയെ പരിഗണിക്കണമേ. ഒരു പ്രാർത്ഥനയാണ്. ആ ചെറുപ്പക്കാരൻ്റെ മുമ്പിലിരുന്ന് മാതാപിതാക്കളോട് ഒരുമിച്ച് ഞങ്ങൾ ചെയ്ത പ്രാർത്ഥന, ദൈവമേ അങ്ങ് നോക്കിക്കാണണമേ, സ്വർഗത്തിൽ നിന്നൊന്നും കൂടെ നോക്കിക്കാണണമേ, അങ്ങ് പരിഗണിക്കണമേ. അടുത്ത വചനം എന്താണെന്നറിയാവോ? അങ്ങയുടെ കരം, അങ്ങയുടെ വലത് കരം ഞങ്ങളുടെ മേലുണ്ടായിരിക്കട്ടെ. 18-ാം തിരുവചനമാണ് ആ പ്രാർത്ഥനയുടെ പൂർത്തീകരണം. ഞങ്ങൾക്ക് ജീവൻ നൽകണമേ, ഞങ്ങൾ അങ്ങയുടെ നാമം വിളിച്ചപേക്ഷിക്കും. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവേ, ഞങ്ങളെ പുനരുദ്ധരിക്കണമേ. അങ്ങയുടെ മുഖം പ്രകാശിക്കുകയും ഞങ്ങൾ രക്ഷപ്പെടുകയും ചെയ്യട്ടെ. കർത്താവേ, ഞങ്ങളെ പുനരുദ്ധരിക്കണമേ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും വഴികളിൽ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന സംരക്ഷണ വേലി പൊളിയപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ ശുശ്രൂഷ സമയം വീണ്ടും തമ്പുരാൻ്റെ മുമ്പിൽ പ്രാർത്ഥിക്കേണ്ട സമയമാണ്. ദൈവമേ, അങ്ങനെ പരിഗണിക്കണമേ. അങ്ങ് നട്ട ഈ മുന്തിരിച്ചെടി തെറ്റിപ്പോയി, വീണ്ടും കർത്താവെ അങ്ങ് പുതുക്കിപ്പണിയണമേ. ഇതൊരു പ്രാർത്ഥനയാണ്. ആ ചെറുപ്പക്കാരന് വേണ്ടിയുള്ള പ്രാർത്ഥന വെറുതെ ആയില്ല. കർത്താവ് അവൻ ഈ നാളുകളിൽ പുതുക്കി പണിതുകൊണ്ടിരിക്കുകയാണ്. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവർ, മക്കള് അനുസരണക്കേടാണ്, പറഞ്ഞാൽ കേൾക്കുന്നില്ല, വഴിതെറ്റിയ ജീവിതമാണെന്ന് ഭാരപ്പെടുന്നുണ്ടോ? പ്രാർത്ഥിക്ക്, സങ്കീർത്തകനോട് ചേർന്ന് പ്രാർത്ഥിക്ക്. സങ്കീർത്തനം 80-ാം അധ്യായം 15-ാം തിരുവചനം. സ്വർഗത്തിൽ നിന്ന് നോക്കി കാണണമേ ഈ മുന്തിരിവള്ളിയെ, അങ്ങയുടെ വലത് കൈ നട്ട ഈ മുന്തിരിവള്ളിയെ പരിഗണിക്കണമേ. പ്രിയപ്പെട്ടവരെ, നമ്മൾ തുടർന്ന് ആരാധന സമയം നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവാ. ദൈവമേ, ഞങ്ങൾക്കൊക്കെ നൽകപ്പെട്ട സ്വർഗീയ വേലി, സംരക്ഷണം പലപ്പോഴും പൊളിഞ്ഞുപോയി. കർത്താവേ, അതൊന്ന് പുതുക്കി പണിയണമേ, പുനരുദ്ധരിക്കണമേ, ഞങ്ങളുടെ ജീവൻ കാത്തു പരിപാലിക്കണമേ. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഒരുമിച്ച്, കുടുംബാംഗങ്ങൾ ഒരുമിച്ച് ഈ ആരാധനയിൽ പ്രാർത്ഥിക്കാം. നഷ്ടപ്പെട്ട കൃപ കർത്താവ് വീണ്ടും പണിതുയർത്തും. അത് സംഭവിക്കട്ടെ. ആമേൻ, ആമേൻ. പ്രിയപ്പെട്ട ദൈവജനമേ, പരിശുദ്ധ അൽത്താരയിലുള്ള യേശുവിൻ്റെ സാന്നിധ്യത്തെ നമുക്ക് വണങ്ങാം. നമ്മുടെ ജീവിതത്തെ പരിശുദ്ധ അൽത്താരയിൽ നമുക്ക് സമർപ്പിക്കാം. കാരണം യേശുവിന് നമ്മളെ നന്നായിട്ടറിയാം. യെശയ്യായുടെ പ്രവചനത്തിൽ നമ്മൾ വായിച്ചൊരു വചനം അത്രമേൽ ശക്തമായൊരു ദൈവവചനമാണ്. നമ്മുടെ അനുദിന ജീവിതത്തിൽ നമ്മൾ ഞെട്ടലോടെ വായിക്കേണ്ട വചനഭാഗം ഇതാ. ദൈവം നൽകിയിരിക്കുന്ന സംരക്ഷണ വേലി പൊളിയപ്പെട്ട് കഴിഞ്ഞാൽ പുറകെ പോകുന്നതെല്ലാം, പുറത്തുകൂടി പോകുന്നതെല്ലാം പിന്നെ അകത്തേക്ക് കയറും. ഒരുപക്ഷെ ഈ വചനം വായിച്ച് ധ്യാനിച്ച് ഈ നിമിഷം ഈ ആരാധനയിൽ പങ്കെടുക്കുമ്പോൾ ചിന്തിച്ചു നോക്കിക്കേ, നിന്റെ വീട്ടിലെ അവസ്ഥ എന്താ? നിന്റെ വ്യക്തിപരമായ ജീവിതത്തിന്റെ അവസ്ഥ എന്താ? ദൈവം നിനക്ക് നൽകിയ സംരക്ഷണ വേലി പൊളിയപ്പെട്ടോ? നിന്റെ കുടുംബത്തിനും കൃഷിയിടത്തിനും ചുറ്റും ദൈവമൊരുക്കിയ സംരക്ഷണ വേലി പൊളിയപ്പെട്ടോ? യേശുവേ, അങ്ങ് പുതുക്കി പണിയണമേ. സങ്കീർത്തകനായ ദാവീദിനോട് ചേർന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. സങ്കീർത്തകനായ ദാവീദ് സങ്കീർത്തനം 80-ാം അധ്യായം അതിൻ്റെ 18-ാം തിരുവചനം, അതിൻ്റെ 15-ാം തിരുവചനം ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിൽ നിന്ന് നോക്കി കാണണമേ ഈ മുന്തിരിവള്ളിയെ, അങ്ങയുടെ വലത് കൈ നട്ട ഈ മുന്തിരിവള്ളിയെ പരിഗണിക്കണമേ. 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് നിങ്ങളായിരിക്കുന്നിടങ്ങളിൽ കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ദൈവത്തിന് മുമ്പിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങ് വലത് കൈയാൽ നട്ടതാണ് എൻ്റെ ജീവിതം, ഇത്രമേൽ പരിഗണന നൽകി നട്ടതാണ് എൻ്റെ ജീവിതം.
എൻ്റെ വാക്കുകൊണ്ടും ചിന്ത കൊണ്ടും പ്രവൃത്തി കൊണ്ടും എനിക്ക് ഒത്തിരിയേറെ തെറ്റുകൾ സംഭവിച്ചു. എനിക്കുണ്ടായിരുന്ന സംരക്ഷണ വേലി പൊളിയപ്പെട്ടിട്ടുണ്ട്. കർത്താവെ, വീണ്ടും എന്നെ പരിഗണിക്കണമേ. കർത്താവെ, വീണ്ടും എന്നെ ഉയർത്തണമേ, എന്നെ പുനരുദ്ധരിക്കണമേ. കർത്താവെ, അങ്ങ് അത്രത്തോളം പരിഗണന എന്നോട് കാണിക്കുന്നുണ്ടല്ലോ. കരങ്ങൾ ഉയർത്തി ഒന്ന് സ്തുതിച്ചൊന്ന് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. യേശുവേ, ആരാധന, ആരാധന, ആരാധന. ഓ ദൈവമേ, അങ്ങയുടെ അത്ഭുതകരമായ ശക്തി എൻ്റെ മേൽ വെളിപ്പെടട്ടെ, എൻ്റെ മേൽ വെളിപ്പെടട്ടെ, എൻ്റെ മേൽ വെളിപ്പെടട്ടെ കർത്താവേ. ഞാൻ നാട്ടോലീവായി തീർന്നിട്ടും രണ്ട് കരങ്ങൾ നെഞ്ചോട് ചേർത്ത് കായ്ച്ചതില്ല സൽഫലം. യേശുവേ, ഞാൻ നാട്ടോലീവായി തീർന്നിട്ടും യേശുവേ, കായ്ച്ചതില്ല സൽഫലം. എങ്കിലും ഈ കൊമ്പിനെ നല്ല സ്നേഹമേ, നന്ദിയോടെ വാഴ്ത്തും ഞാൻ. ഇത്ര നല്ല സ്നേഹം, ഇത്ര നല്ല സ്നേഹമേ, നന്ദിയോടെ വാഴ്ത്തും ഞാൻ. കരങ്ങൾ ഉയർത്തിപ്പിടിച്ചു ഇത്ര നല്ല ദൈവമേ, സ്നേഹമേ, നന്ദിയോടെ നന്ദിയോടെ വാഴ്ത്തും ഞാൻ. ഇത്ര നല്ല സ്നേഹമേ, ഇത്ര നല്ല സ്നേഹമേ, നന്ദിയോടെ വാഴ്ത്തും ഞാൻ. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് നമ്മുടെ ജീവിതത്തിന്റെ സംരക്ഷണം വീണ്ടും പുതുക്കിപ്പിടിയണമെന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുകയാണ്. ജോബിനും ജോബിന്റെ കുടുംബത്തിനും സമ്പത്തിനും ആരോഗ്യത്തിനും ജോലിക്കും മക്കൾക്കും ചുറ്റും സംരക്ഷണ വേലി കിട്ടിയ കർത്താവേ, ഈ ശുശ്രൂഷ സമയം ഞങ്ങളുടെ കുടുംബത്തിന് ചുറ്റും കർത്താവേ, സംരക്ഷണ വേലി പുതുക്കി പണിയണമേ. ഞങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിന് ചുറ്റും, ബന്ധങ്ങൾക്ക് ചുറ്റും, ഞങ്ങളുടെ അധ്വാനങ്ങൾക്ക് ചുറ്റും, കൃഷിയിടത്തിന് ചുറ്റും കർത്താവേ, സംരക്ഷണ വേലി പുതുക്കി പണിയണമേ. ഏതെങ്കിലും തരത്തിലുള്ള തിന്മയുടെ ബന്ധനങ്ങൾ ഉള്ളിൽ പ്രവേശിച്ചിട്ടുണ്ടെങ്കിൽ ഈ ആരാധനയുടെ സമയം കർത്താവേ, അപ്രകാരമുള്ള തിന്മകൾ അങ്ങ് ശാസിച്ച് പുറത്താക്കണമേ. നഷ്ടപ്പെട്ടു പോയ അഭിഷേകത്തിന്റെ വേലി വീണ്ടും ഞങ്ങൾക്ക് പുതുക്കി പണിയണമേ. എല്ലാവരും ഒന്ന് സ്തുതിച്ചൊന്ന് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. യേശുവേ, ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. യേശുവേ, ആരാധന. പ്രിയപ്പെട്ടവരെ, പ്രത്യേകിച്ച് ഈ നിമിഷം പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ കുടുംബത്തിലൊക്കെയുള്ള ചിലര് വലിയ പാപത്തിലും വലിയ തിന്മയുടെ കെട്ടുകളിലും കഴിയുന്നുണ്ടാവും. ഒരുപക്ഷെ അവരെയൊക്കെ നമ്മൾ ശുശ്രൂഷയ്ക്ക് വിളിക്കും, പള്ളിയിലേക്ക് വരാൻ ക്ഷണിക്കും, ഒരു ധ്യാനത്തിന് ക്ഷണിക്കും. എന്നാൽ അതിനെല്ലാം അവരെതിരിടും, അവരതിനെതിരെ മല്ലിടും. ഈശോയോട് പറയാം, ഈശോയെ, ഈ ആരാധനയുടെ സമയം ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരെ സമർപ്പിക്കുന്നു. പ്രത്യേകിച്ച് സംരക്ഷണ വേലി പൊളിയപ്പെട്ട് വലിയ വലിയ ഇരുട്ടിൽ കഴിയുന്ന അനേകരുണ്ട്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, നിന്റെ ശക്തി അവരിൽ തെളിയട്ടെ, അവരിൽ പ്രകാശിക്കട്ടെ. പ്രത്യേകിച്ച് നമ്മൾ തുടർന്ന് ആശീർവാദ പ്രാർത്ഥന സ്വീകരിക്കാൻ പോവാം. ഈ ആശീർവാദം നിന്റെ മേൽ മാത്രമല്ല, നിന്റെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളിൽ സംഭവിക്കട്ടെ. ആ വലിയ ആഗ്രഹത്തോടും പ്രാർത്ഥനയോടും കൂടെ കരങ്ങൾ കൂപ്പി ഈശോയെ നോക്കി നമുക്ക് ഒരുമിച്ച് ആശീർവാദം സ്വീകരിച്ച് പ്രാർത്ഥിക്കാം. എങ്കിലും നീ സ്നേഹിച്ചു, എങ്കിലും നീ മാനിച്ചു, എങ്കിലും നീ സ്നേഹിച്ചു, എങ്കിലും നീ മാനിച്ചു. ഇത്ര നല്ല സ്നേഹമേ, നന്ദിയോ